നിങ്ങളുടെ ഒരു വോട്ട് അത് വെറുമൊരു അടയാളമല്ല. വരും വർഷങ്ങളിൽ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന അതിശക്തമായ ഒരു ആയുധമാണ്. പക്ഷേ ആ ആയുധം കയ്യിലേന്താൻ നിങ്ങൾ തയ്യാറാണോ? 2026 ഏപ്രിൽ 9 കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില നിർണായക കാര്യങ്ങളുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനിയും സമയമുണ്ടോ? പ്രവാസികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യാം? എന്താണ് ഈ ഫോം 6ഉം ഫോം 8ഉം? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്. ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ആ ദിവസം, അതായത് വിധി നിർണയിക്കുന്ന വോട്ടെണ്ണൽ മെയ് 4-നാണ്. നിലവിൽ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു. ഇനി വോട്ടർ പട്ടികയുടെ കാര്യം. 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇതിനായി ഓഫീസുകൾ കയറിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മാത്രം മതി. എപ്പോഴാണ് അവസാന തീയതി എന്ന് നോക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ 2026 മാർച്ച് 23 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. എങ്ങനെ അപേക്ഷിക്കാം? voters.eci.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പുതിയ വോട്ടർമാർ ഫോം 6 പൂരിപ്പിക്കേണ്ടത്. നിങ്ങൾ ഒരു പ്രവാസി മലയാളിയാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഫോം 6A ഉപയോഗിക്കാം. ഇനി നിങ്ങൾ താമസ സ്ഥലം മാറിയവരോ അല്ലെങ്കിൽ പഴയ ബൂത്ത് മാറാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ ഫോം 8 ഉപയോഗിക്കേണ്ടത്. അപേക്ഷിക്കുമ്പോൾ കയ്യിൽ കരുതേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങളുടെ ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സും വിലാസവും തെളിയിക്കുന്ന രേഖകൾ, ആധാർ, SSLC സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ, മൊബൈൽ നമ്പറും അടുത്ത ബന്ധുവിന്റെ വോട്ടർ ID നമ്പറും നൽകുന്നത് നടപടിക്രമങ്ങൾ എളുപ്പമാക്കും. ഓൺലൈനായി നിങ്ങൾ അപേക്ഷ നൽകിയാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ടെത്തി പരിശോധന നടത്തിയ ശേഷമാണ് നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ BLOയെ നേരിട്ട് ബന്ധപ്പെടാനും സാധിക്കും. നമ്മുടെ ജനാധിപത്യം കരുത്തുറ്റതാകുന്നത് ഓരോ പൗരനും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ട് മാർച്ച് 23 വരെ കാത്തു നിൽക്കാതെ ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ പ്രവാസി സുഹൃത്തുക്കൾക്കും വോട്ട് ചെയ്യാൻ പ്രായമായ പുതിയ വോട്ടർമാർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അവർക്കായി നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.